നമസ്കാരം, എൻ്റെ പേര് രാജേഷ് ശേരൂർ. നമ്മൾ സ്നേഹമുള്ളപ്പോൾ നമ്മൾ വിളിക്കുന്ന ഒരു അടിപൊളി വാക്കാണ് കേട്ടോ, എൻ്റെ കരളെ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. പക്ഷേ എൻ്റെ കരളെ എന്ന് എത്ര ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ വിളിക്കുന്നതെന്ന് ഇന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക. സ്വന്തം കരളിനെ സ്നേഹിക്കാതെയാണ് അടുത്ത കരളിനെ നമ്മൾ സ്നേഹിക്കുന്നത്. സ്വന്തം കരളിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് വെള്ളം കുടിച്ചാന്, കൃത്യമായിട്ട് എക്സസൈസ് ചെയ്താന്, കരളിൻ്റെ പൂർണ്ണമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ കഴിച്ചാന്, അതിനാവശ്യമായ നല്ല ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചാന്, അല്ലേ? അപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യാറില്ല. നമുക്കിഷ്ടമുള്ളത് മാത്രം വാങ്ങി കഴിക്കുകയും കുടിക്കുകയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. കൂടാതെ ആൽക്കഹോളിക്ക്, അതേ കണക്ക് തന്നെ പുകവലി, മറ്റ് ഏതെല്ലാം തരത്തിൽ നമുക്ക് നശിപ്പിക്കാമോ ആ തരത്തിലൊക്കെയും നമ്മുടെ അവയവങ്ങളെ നമ്മൾ കൊല്ലുന്ന തരത്തിൽ നമ്മൾ ജീവിക്കും, കഴിക്കും, കുടിക്കും. ആ രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 100% എഗ്രിയാണ്. നമുക്ക് 100% നമ്മൾ ഉണ്ടാക്കുന്ന ക്യാഷുകളൊക്കെയും നമ്മുടെ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം. ഒപ്പം നമ്മുടെ അവയവങ്ങൾ നമ്മൾ മുറിച്ചു കൊടുക്കണം. ആ തരത്തിലേക്ക് നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ പോകൂ. അപ്പോൾ അതിൽ നിന്ന് ശേഷിക്കുന്ന സമയം നന്നായി ജീവിക്കണം, കിടപ്പ് രോഗിയാകാതെ, ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കണമെന്ന് ആരൊക്കെ ആഗ്രഹിക്കുന്നു അവർക്ക് വേണ്ടിയിട്ട് സ്വന്തം കരള് പ്രതിദിനം നമുക്ക് വേണ്ടി 500-ൽ പരം പ്രവർത്തനങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്, നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ. പക്ഷെ തിരിച്ച് നമ്മൾ കൊടുക്കുന്നത് ഇത്തരം രീതിയിലാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കും, എണ്ണ പൊരിച്ചിട്ടുള്ള സാധനങ്ങൾ ധാരാളമായിട്ട് കഴിക്കും, ദഹിക്കാത്ത ഭക്ഷണങ്ങളാണ് കൂടുതലും, അല്ലേ? മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ ഉള്ളിലേക്കല്ലേ പോകുന്നത്? നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങൾക്ക് ഏതെല്ലാം തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടാക്കുമെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ ഇനി നമ്മളൊരു കരുതലെടുത്താൽ ശേഷിക്കുന്ന സമയം ദൈവം എത്രയാണോ ആയുസ്സിടുന്നത് ആ സമയം വരെ കൃത്യമായിട്ട് കിടപ്പ് രോഗിയാവാതെ അടിപൊളിയായിട്ട് യങ്ങായിട്ട് നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കരളിന് വേണ്ടുന്ന കൃത്യമായ പോഷകങ്ങൾ കൊടുക്കണം. അപ്പോൾ കരളിൻ്റെ പൂർണ്ണമായ പ്രവർത്തനങ്ങൾക്ക്, അതായത് 70% കരൾ നശിച്ചിട്ടുണ്ടെങ്കിൽ പോലും പുനരുദ്ധാരണം നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഫാറ്റി ലിവർ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജിലെത്തിയാൽ പോലും നമുക്ക് പൂർണ്ണമായ ഫാറ്റി ലിവർ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ്സ് ആണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ആ പ്രോഡക്ട്സിൻ്റെ പേര് ആർസിമിലൂടെ നമുക്ക് തരുന്ന ന്യൂട്രിചാർജ് ബയോ ഏജ് എന്നാണ് ഇതിൻ്റെ പേര്. 53 പച്ചമരുന്നുകളാണ് ഇതിൽ ചേർത്തേക്കുന്നത്. പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും മറ്റ് പോഷകങ്ങളും എല്ലാം കൂടെ 72 പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി വണ്ടർഫുൾ പ്രോഡക്റ്റ്സ് ആണ് ന്യൂട്രിചാർജ് ബയോ ഏജ് നമ്മളെ യങ്ങായിട്ടിരിക്കാൻ സഹായിക്കുന്നതാണ്. നമുക്ക് ആർക്കൊക്കെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട്, കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതുപോലെ A to Z പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കൃത്യമായ ബയോ ഏജ്